ഇന്ന് ലോക വന്യജീവി ദിനമാണ്. നിങ്ങൾക്ക് അറിയാം, ലോക പ്രശസ്തനായ പക്ഷി നിരീക്ഷകൻ സലീം അലിയെ. അദ്ദേഹത്തെ എനിക്കിപ്പം അറിയാതെ ഓർമ്മ വന്നു. കുട്ടിക്കാലത്ത് തൻ്റെ വീട്ടുമുറ്റത്ത് കണ്ട കഴുത്തിൽ മഞ്ഞപ്പാടുള്ള ഒരു കുരുവിയെ സലീം അലി എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തി. കുരുവിയുടെ കഴുത്തിൽ ആ മഞ്ഞപ്പാട് എങ്ങനെ വന്നുവെന്ന് ആ 10 വയസ്സുകാരൻ തൻ്റെ അമ്മാവനായ അമൃതിനോട് തിരക്കി. അമ്മാവൻ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിലേക്ക് സലീമിനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടുത്തെ ഓണററി സെക്രട്ടറി WS മില്ലാഡിനെ അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുത്തു. പക്ഷികളുള്ള സലീം അലിയുടെ താല്പര്യം തിരിച്ചറിഞ്ഞ മില്ലാഡ് അവിടുത്തെ സ്റ്റഫ്ഡ് പക്ഷികളുടെ ശേഖരം സലീമിന് കാട്ടിക്കൊടുത്തു. കുട്ടിക്കാലത്തെ ഈ അനുഭവമാണ് സലീം അലിയുടെ പക്ഷികളുള്ള അഭിനിവേശത്തെ ജ്വലിപ്പിച്ചതും പിൽക്കാല ജീവിതത്തിൽ ഈ പാത തന്നെ പിന്തുടരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും. സലീം അലിയുടെ ആത്മകഥയുടെ പേരിനും ആ കുരുവിയോടാണ് കടപ്പാട്. ഒരുപക്ഷെ ആ കുരുവി നമുക്കറിയാം, അരുതേ കാട്ടാള എന്ന് പറയിച്ച പോലെ ഒരു പക്ഷി പോലെയാണ്. ഫാൾ ഓഫ് എ സ്പാരോ അഥവാ ഒരു കുരുവിയുടെ പതനം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. അന്ന് വെടിവെച്ച് വീഴ്ത്തിയ ആ കുരുവിയില്ലേ, ആ കുരുവിയായിരുന്നു അതിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തെ പിന്തുടർന്നത്. ജിജ്ഞാസയെ പിന്തുടർന്നതിനൊപ്പം നല്ലൊരു വഴികാട്ടിയായും സലീം അലിക്ക് കിട്ടി. ശരിയായ വഴി നടക്കുന്നതിൽ മാർഗനിർദ്ദേശത്തിന് വലിയ സ്ഥാനമുണ്ട്. കുരുത്തം കെട്ട കൂട്ടുകളിൽ പെട്ടുപോകരുത്. അതൊക്കെ നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും. എന്നാൽ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതം അടപടലം വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭാവിയിലേക്കുള്ള ജാലകങ്ങൾ തുറന്നു തരുന്ന നല്ല വഴികളാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. കുട്ടികൾ പ്രത്യേകിച്ചും കൂട്ടുകാരെ സെലക്ട് ചെയ്യുമ്പോൾ പോലും, അവരോട് സംസാരിക്കുമ്പോൾ പോലും ഇവനാണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ആ സുഹൃത്തിന് നന്മകളുണ്ടോ, ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷകളുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കണം. കുട്ടികൾ നല്ല വഴിയിൽ പോകട്ടെ. അക്രമത്തിൻ്റെ വഴി ഒരിക്കലും നല്ലതല്ല. അത് പ്രത്യേകിച്ച് കുട്ടികൾ മരണത്തിൻ്റെ വഴികളിലൊക്കെ നടക്കുന്ന ഒരു കാലത്ത് ആത്മഹത്യ ഒന്നിനും നല്ലതല്ല. കുട്ടികളെ വലിയൊരു ജീവിതം, പച്ചപ്പുള്ളൊരു ജീവിതം, പ്രതീക്ഷയുള്ളൊരു ജീവിതം നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. ആ ജീവിതത്തെ നമ്മൾ ഒരു നിമിഷം കൊണ്ട് പറിച്ചെറിയരുത്.